സൺഡേ ഉച്ചക്കും വൈകുന്നേരം അങ്ങനെ രണ്ട് പരിപാടിയുണ്ട്. ഉച്ചക്കത്തെ പരിപാടി കോഴിക്കോടായതുകൊണ്ട് തന്നെ കാക്കു നേരത്തെ പോയി പറയാറുണ്ട് വേഗം മാറ്റിയേക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ഞാൻ 10 മണിക്ക് മാറ്റിയേക്കൽ തുടങ്ങിയാണ്. 11:30 ആയിട്ടാണ് കാക്കുവരൊക്കെ വരുന്നത്. കാക്കു എണീക്കാൻ നേരം വൈകിയെന്നാണ് പറഞ്ഞത്. ഇതൊരു പകുതി എത്തിയപ്പോൾ തന്നെ ഉറങ്ങീന്. അവിടെ എത്തിയപ്പോൾ പിന്നെ ഓനെ വിളിച്ചുണർത്തി. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ തന്നെ ചെന്നത്. ഞങ്ങൾക്കൊക്കെ നല്ലോണം വിശക്കുണ്ടായിരുന്നു. ഫുഡ് കിട്ടിയപ്പോൾ പിന്നെ എല്ലാവരും അവനാൻ്റെക്ക് തട്ടി മറിക്കാണ്. കാക്കുവാണ് ആ വിളമ്പി മറിച്ചിടണത്. ലഗോൺ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എല്ലും കാര്യങ്ങളുണ്ട്. പക്ഷേ കഷ്ണം കുറച്ചേ കിട്ടുള്ളൂ. ബ്രോയിലർ ചിക്കൻ കഴിച്ച് ശീലമുള്ളതുകൊണ്ട് ലഗോൺ ചിക്കൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എടുക്കുന്നത് ഫുള്ള് എല്ലായിട്ടാണ് തോന്നുക. കാക്കും ഞാനും അതേപോലെ തന്നെ താത്താൻ്റെ മോളൊക്കെ ഓരോന്ന് പറഞ്ഞിങ്ങനെ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നു. ഇസോന് പിന്നെ ഫുഡൊന്നും വേണ്ട. ഓന് പിന്നെ ഫുഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ലാസ്റ്റ് ഓൻ കഴിക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ ഞാൻ ഓന് വാരി കൊടുക്കാൻ നിന്നു. ഓന് കഴിക്കാത്തതുകൊണ്ട് ഞാനങ്ങനെ ഫോൺ വെച്ചിട്ട് അങ്ങനെ കുറച്ച് കൊടുത്തു. അധികമൊന്നും കഴിച്ചില്ല, കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ അത് മതി എന്ന് വിചാരിച്ചു. ഇതാണ് ചെറിയ താത്താൻ്റെ മോള്. ഇവരെ കുടുംബത്തിലായിരുന്നു കല്യാണം. അപ്പോൾ ഓള് ഓരോ കൂടെ പോവും, ഞങ്ങളടുത്തേക്കും വരും. അങ്ങനെ ഓളങ്ങനെ നടക്കുന്നതായിരുന്നു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞേക്കന്നെ നേരെ മുകളിലത്തെ ഹാളിൽ കയറി. അവിടെ ചെക്കനും പെണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഇസും അന്നിയും വെല്ലം വീണേക്കണ്. ആരെയും കാണുന്നുണ്ടോ നോക്കിയാണ്ട് വേഗം എണീറ്റതാണ്. കുട്ടികളൊക്കെ ഒരു സൈഡിൽ കളിച്ചുകൊണ്ടിരിക്കേനി. ഞങ്ങൾ പിന്നെ സ്റ്റേജുമ്പത്ത് ഇങ്ങനെ ചെക്കന്മാരൊക്കെ ഓരോ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, ഡാൻസ് കളിച്ചുകൊണ്ട്. അതൊക്കെ കണ്ട് കുറച്ച് ടൈം ഇരുന്നിട്ട് വേഗം പോരുക ചെയ്തത്. ഞങ്ങൾക്ക് വൈകുന്നേരം വേറെ പരിപാടിക്ക് പോവാൻ താത്താനും ഉപ്പാനൊക്കെ വീട്ടിലാക്കിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം പോവാൻ. പോരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ താഴത്തേക്ക് വന്നിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കുട്ടികളൊക്കെ അവിടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ പേരെഴുതിയ മിററിൽ നോക്കിയാണ്ട് ഓരോരുത്തന്നെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പോന്നപ്പോൾ പിന്നെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഷോപ്പിൽ നിർത്തി. എല്ലാവർക്കും അവനാണ് ഇഷ്ടമുള്ളത് അങ്ങനെ എടുത്തു. ഞാനൊരു കരിക്കും വെള്ളം പോലത്തെ ഒരു വെള്ളവും പിന്നെ ഓറേസ് എടുത്തത്. പിന്നെ ചോക്കോബാറും താത്ത ഐസ്ക്രീമൊക്കെ എടുത്തു. എന്നാൽ കുട്ടികൾ പൊട്ടന്മാരെയൊക്കെണ്ട് 5 രൂപേൻ്റെ ഓറേസാണ് എടുത്തേക്കണത്. താത്താൻ്റെ വീട്ടിലെത്തിയതിനു ശേഷം അവിടെ രാവിലെ ഉണ്ടാക്കിയ ദോശയൊക്കെ ഇസൂന് കൊടുത്തിട്ട് ഞാൻ ഇസും അടുത്ത പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.